ഹലോ, നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം. തേങ്ങ അരച്ച മീൻ കറി. ആദ്യം തന്നെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു 6-7 ചെറിയ ഉള്ളി ഇട്ടാലും മതി. പിന്നെ ഒരു അര ഇഞ്ചോളം ഇഞ്ചിയും കൂടെ വേണം. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം. പിന്നെ മുളക് പൊടി വന്നിട്ട് ഒരു എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 3 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു പാത്രത്തിലോ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. സാധാരണ കടുക് പൊട്ടിക്കാറില്ല, പക്ഷെ ഇത് ചെയ്ത് നോക്കൂ. കടുക് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വാളൻ പുളിയാണ്. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് പിഴിഞ്ഞതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ തീ കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി തീ കത്തിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അതല്ല പുളി നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിള വരുന്ന സമയത്ത് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള തേങ്ങ അരച്ച മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.